നമസ്കാരം കുഞ്ഞുങ്ങളെ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? എല്ലാവരും സുഖായിരിക്കുവാണോ? അതെല്ലേ. പ്രവൃത്തി പഠനത്തിന്റെ ഓൺലൈൻ ക്ലാസ് ഒക്കെ എല്ലാവരും കാണുന്നുണ്ടോ? ഉണ്ട് അല്ലേ. എന്താ ഈ പ്രവൃത്തി പഠനം ഒന്ന് പറഞ്ഞേ. ആ പാഠഭാഗം ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങള് കണ്ടും കേട്ടും പ്രവൃത്തിയിലൂടെയും ചെയ്തു പഠിക്കുന്നത്, അത് മാത്രമാണോ? അല്ല, പിന്നെയോ? അസംസ്കൃത വസ്തുക്കൾ കൈകാര്യം ചെയ്യാനുള്ള പ്രാവീണ്യം നേടുന്നു അല്ലേ? പിന്നെയോ? തൊഴിൽ സന്നദ്ധത നേടുന്നു. അതുവഴി നമുക്ക് എന്തൊക്കെ കിട്ടുന്നു കുഞ്ഞുങ്ങളെ? ആത്മവിശ്വാസം ലഭിക്കുന്നു. പിന്നെ പറഞ്ഞേ, മാനസിക ഉല്ലാസം ലഭിക്കുന്നു അല്ലേ? പിന്നെയോ? സ്വയം പര്യാപ്തരാകുന്നു. അങ്ങനെ പല നേട്ടങ്ങളാണ് നമ്മൾ പ്രവൃത്തി പഠനം പഠിക്കുന്നതിലൂടെ ലഭ്യമാകുന്നത്. നമുക്ക് 5ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചില്ലേ, പ്രവൃത്തി പഠനത്തിനകത്ത് എത്ര മേഖലയാണുള്ളത്? 6 മേഖലകളാണുള്ളത് അല്ലേ? ഏതൊക്കെയാണെന്നൊന്ന് പറഞ്ഞു നോക്കേ. ആദ്യത്തെ മേഖല ഏതാ? ആഹാരവും കൃഷിയും അല്ലേ? രണ്ടാമത്തെ മേഖലയോ? ആരോഗ്യവും ആരോഗ്യ പരിപാലനവും അല്ലേ? മൂന്നാമത്തെ മേഖലയോ? വസ്ത്രം അല്ലേ? നാലാമത്തെ മേഖല വിനോദം. പിന്നെ 5ാമത്തതോ പറഞ്ഞേ? പാർപ്പിടം. ആറാമത്തെ മേഖലയോ? സേവനങ്ങൾ അല്ലേ? സേവനത്തിനകത്ത് എന്ത് ഉൾപ്പെടും? വേസ്റ്റ് മെറ്റീരിയലിൽ നിന്നും ഉപയോഗമുള്ള സാധനങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നു അല്ലേ? ഉപയോഗശൂന്യമായ വസ്തുക്കൾ നമ്മൾ കരുതുന്ന പലതിൽ നിന്നും നമുക്ക് ഉപകാരപ്രദമായ വസ്തുക്കൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നു. ഇതാണ് 6ാമത്തെ മേഖല. നമ്മൾ ഏത് മേഖലയായിരുന്നു ഇതിനകത്ത് പഠിച്ചത്? ആഹാരവും കൃഷിയും അല്ലേ? അതിനകത്ത് എന്തെല്ലാമാണ് പ്രവർത്തനം ചെയ്തത്? ആഹാരവും കൃഷിയില് നമ്മൾ 2 പ്രവർത്തനങ്ങൾ ചെയ്തില്ലേ? അതേതൊക്കെയായിരുന്നു ഒന്ന് പറഞ്ഞേ. ചെമ്പരത്തി സ്ക്വാഷ് നിർമ്മാണം. പിന്നെയോ? ജൈവ കീടനാശിനിയായ പുകയില കഷായ നിർമ്മാണവും അല്ലേ? അങ്ങനെ നമ്മള് ആഹാരവും കൃഷി എന്ന മേഖലയിലെയാണ് ഈ 2 പാഠഭാഗങ്ങളും 2 പ്രവർത്തനങ്ങളും ചെയ്തത് അല്ലേ? ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് രണ്ടാമത്തെ മേഖലയായ ആരോഗ്യവും ആരോഗ്യ പരിപാലനവും എന്ന മേഖലയിലെ ഔഷധ സസ്യങ്ങളുടെ നിർമ്മാണവും അതിൻ്റെ പരിപാലനവും അത് സംരക്ഷിക്കേണ്ട ആവശ്യകതയും എന്താണ് ഔഷധ സസ്യങ്ങൾ എന്നും ഉള്ളതാണ് പഠിക്കാൻ പോകുന്നത്. നമ്മുടെ ചുറ്റുപാടും കാണുന്ന തൊടികളിലും പറമ്പിലും വീട്ടുമുറ്റത്തും ചുറ്റുപാടും ധാരാളം ഔഷധ സസ്യങ്ങളുണ്ട്. പക്ഷെ നമ്മൾ ഇത് തിരിച്ചറിയാതെ പോകുന്നു എന്നതാണ് പ്രധാന കാര്യം. ഇന്ന് നമുക്ക് ഔഷധ സസ്യങ്ങളെ കുറച്ച് പരിചയപ്പെടാം. എന്തൊക്കെ ഔഷധ സസ്യം എന്ന് പറഞ്ഞാൽ എന്താ ഒന്ന് പറഞ്ഞേ മക്കളെ. പറഞ്ഞല്ലോ അവിടെ 2. മരുന്നിനായി ഉപയോഗിക്കുന്ന സസ്യങ്ങൾ അല്ലേ? നമ്മുടെ മുറ്റത്ത് തന്നെ ധാരാളം ഔഷധ സസ്യങ്ങളുണ്ട്. ഏതൊക്കെയാന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒന്ന് പറഞ്ഞേ. തുളസി. തുളസി ഒരു ഔഷധ സസ്യമാണല്ലേ? പനിയൊക്കെ നമ്മൾ ധാരാളം ഉപയോഗിക്കുന്നതാണ് തുളസി. പിന്നെയോ? കറ്റാർവാഴ. കറ്റാർവാഴയും നമ്മൾ ധാരാളം ഉപയോഗിക്കുന്നതാണ്. നമ്മുടെ വീട്ടുമുറ്റത്തും ഒക്കെ ഉള്ളതാണ് അല്ലേ? പറമ്പിലും ഒക്കെ കാണുന്നതാണ്. കറ്റാർവാഴ മുടി വളരുന്നതിനൊക്കെ ഉപയോഗിക്കുന്നു. കുറേ ഉപകാരം കറ്റാർവാഴ കൊണ്ട് നമുക്കുണ്ട്. പിന്നെയോ? പറ. വെറ്റില അല്ലേ? വെറ്റിലയും നല്ല ഒരു ഔഷധമാണ്. പിന്നെയോ? പറഞ്ഞേ. ആര്യവേപ്പ്. ആര്യവേപ്പ് എല്ലാവരും കണ്ടിട്ടുണ്ടോ? ആര്യവേപ്പ് വളരെ നല്ല ഒരു ഔഷധമാണ് അല്ലേ? നമ്മുടെ സ്കിന്നിന്റെ പ്രശ്നങ്ങൾക്കെല്ലാം ഉപയോഗിക്കുന്ന ഒരു ഔഷധമാണ് ആര്യവേപ്പ്. പിന്നെയോ? പറഞ്ഞേ. പനിക്കൂർക്ക. അതെല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ? പനിക്കൂർക്ക. പനിക്കൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് നിത്യമായിട്ട് നമ്മുടെ മിക്കവരുടെയും വീട്ടിലുള്ളതാണ് പനിക്കൂർക്ക അല്ലേ? പനിക്കൂർക്ക.
പിന്നെയോ? പറഞ്ഞോ. ആ തഴുതാമ. തഴുതാമയും ഒരു ഔഷധ സസ്യമാണ്. അത് നമ്മുടെ തുണികളിലെല്ലാം വളരും അല്ലേ? അത് നമ്മൾ തോരൻ വെച്ചൊക്കെ ഉപയോഗിക്കാറുണ്ട്. അതിന്റെ ഇലയും തണ്ടും എല്ലാം സമൂലം നമുക്കത് ഉപയോഗിക്കാൻ പറ്റുന്ന ഔഷധമാണ്. പിന്നെയോ? പറഞ്ഞേ. ആ മുക്കുറ്റി അല്ലേ? മുക്കുറ്റിയും ഒരു ഔഷധ സസ്യമാണ്. പിന്നെയോ? എരിക്ക്. കാൽവേദനയ്ക്കൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഔഷധ സസ്യമാണ് എരിക്ക് അല്ലേ? പിന്നെയോ? ശംഖുപുഷ്പം. ശംഖുപുഷ്പം വെള്ളയുണ്ട്, പിന്നെ നീലയും ഉണ്ട് അല്ലേ? കണ്ടിട്ടുണ്ടോ രണ്ട് കുട്ടികള്? കണ്ടിട്ടുണ്ടല്ലേ? ശംഖുപുഷ്പവും ഔഷധ സസ്യമാണ്. പിന്നെയോ? കറിവേപ്പില അല്ലേ? കറിവേപ്പില മിക്ക വീടുകളിലില്ലേ? ഉണ്ട്. അത് കാണാത്തവരാരും ഉണ്ടാവില്ല അല്ലേ? ഇല്ല. ഇങ്ങനെ കറിവേപ്പില. ഇതെല്ലാം ഔഷധ സസ്യങ്ങളാണ്. ഇത് മാത്രമാണോ? അല്ല, ഇനി ധാരാളം ഔഷധ സസ്യങ്ങളുണ്ട്. നമുക്ക് ഇതിത്രയും ഒന്ന് കണ്ടു നോക്കാം. ഔഷധ സസ്യങ്ങളിൽ നമ്മൾ ആദ്യം പറഞ്ഞത് എന്തായിരുന്നു? തുളസി അല്ലേ? തുളസി കാണാത്തവരാരെങ്കിലും ഉണ്ടോ? ഇല്ലായിരിക്കുമല്ലോ. ഇല്ല. എല്ലാവരുടെയും വീടുകളിൽ തുളസി ഉണ്ടാവും അല്ലേ? ഉണ്ട്. ഇതിന്റെ ഉപയോഗിക്കുന്ന നമ്മള് ഔഷധമായിട്ട് ഉപയോഗിക്കുന്ന ഇതിന്റെ ഇലകളും പൂക്കളുമാണ് അല്ലേ? ഇലയുടെ പ്രത്യേകത കണ്ടോ? ചെറിയ ഇലകളാണ്. രണ്ട് അകവും പുറവും രണ്ട് കളർ വ്യത്യാസവും ഉണ്ട് അല്ലേ? ഇതിനകത്ത് നമ്മള് ഇതിന്റെ ഉപയോഗിക്കുന്നത് ഇതിന്റെ നീരെടുത്ത് 10 ഗ്രാം നീരും തുളസി പിഴിഞ്ഞ് ഇതിന്റെ നീരെടുക്കണം. നീരെടുത്ത് 10 ഗ്രാം നീരും അത്രയും തന്നെ തേനും കൂടെ സമം ചേർത്ത് വസൂരിക്ക് വരെ ഉപയോഗിക്കുക. 3 നേരം 10 ml തുളസി നീരും അത്രയും തന്നെ തേനും ചേർത്ത്
3 നേരം കഴിച്ചാൽ വസൂരി വരെ മാറിക്കിട്ടും. അത് മാത്രമാണോ? ധാരാളം ഉപയോഗങ്ങളുണ്ട്. പിന്നെ എന്തൊക്കെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം നിങ്ങൾക്ക് അറിയാമല്ലോ, പറഞ്ഞു ഒന്ന്. പനിക്ക്, പിന്നെയോ ചുമ, ജലദോഷം, ഇതിനെല്ലാം നമ്മളിത് ഉപയോഗിക്കുന്നുണ്ട് ഇല്ലേ? അത് മാത്രമാണോ? പിന്നെയും കുറേ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട് ഇത്. എന്ന് പറഞ്ഞു നോക്കി, അറിയാമോ? ഇതിന്റെ ഇലകള് ഉണക്കി തണലത്തിട്ട് ഉണക്കി പൊടിച്ചു കഴിഞ്ഞാൽ നൽസ്യം ചെയ്യാൻ ഉപയോഗിക്കാം. പീനസത്തിന്റെ അസുഖത്തിനും മൂക്കടപ്പിനും ഒക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റും. പിന്നെയോ ഇത് കഷായം വെച്ച് കുടിക്കുന്നത് പനിയും ചുമയൊക്കെ മാറിക്കിട്ടാനും നല്ലതാണ്. പിന്നെയോ പ്രമേഹ രോഗത്തിന്, അതായത് ഷുഗറിന്റെ അസുഖം ഉണ്ടല്ലോ, അതറിയാമോ എല്ലാവർക്കും. അതിന് ഇത് ഉപയോഗിക്കാൻ നല്ലതാണ്. പക്ഷേ ഇത് പ്രമേഹ രോഗത്തിന് മരുന്ന് കഴിച്ചോണ്ടിരിക്കുന്നവര് ഇതിന്റെ ഇല പിഴിഞ്ഞ് ഉപയോഗിക്കരുത്. അപ്പം ഒന്നും കൂടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മരുന്ന് ഉപയോഗിക്കാത്തവർക്ക് പ്രമേഹ രോഗത്തിന് ഇതിന്റെ ഇല പിഴിഞ്ഞ് ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഇത് മാത്രമാണോ? അല്ല, ഇനിയുണ്ട് ഗുണങ്ങൾ, ഔഷധ ഗുണങ്ങളുണ്ട് ഇതിനകത്ത്. സ്കിന്നിന്റെ പ്രശ്നം, അതായത് ത്വക്ക് രോഗങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഇതിന്റെ ഇലയും പച്ചമഞ്ഞളും കൂടെ ചേർത്ത് അരച്ച് പുരട്ടിയാൽ സ്കിന്നിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ മാറിക്കിട്ടും. കൂടാതെയോ ചിലന്തി വിഷത്തിനും പച്ചമഞ്ഞളും ഈ തുളസി ഇലയും കൂടെ അരച്ച് ഉള്ളിൽ കഴിക്കുന്നത് നല്ലതാണ്. കൂടാതെ പുറത്ത് പുരട്ടുന്നത് നല്ലതാണ്. ഇങ്ങനെ ഏറെ ഗുണങ്ങൾ ഈ ഔഷധ സസ്യങ്ങൾ തുളസി കൊണ്ട് നമുക്കുണ്ട്. ഇനി എന്തെങ്കിലും നിങ്ങൾക്കറിയാമോ? അറിയാവുന്നത് നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ വർക്ക്ഷീറ്റിനകത്ത് എഴുതി കൊണ്ടുവരണം. അടുത്തതായി പറഞ്ഞ ഔഷധ സസ്യം ഏതായിരുന്നു? കറ്റാർവാഴ അല്ലേ? അതിന്റെ ഒരു ഇലയാണിത്. ഇതിനുള്ള പ്രത്യേകത ഉണ്ടോ? ഇലയുടെ ജലാംശം നിറഞ്ഞ് വീർത്ത ഇലകളായിരിക്കും ഇല്ലേ? ഇതിന്റെ എന്താണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഇതിന്റെ ഉള്ളിലെ ആ ജെല്ലാണ്. ഈ 2 സൈഡും ഉണ്ടോ, ഒരേ സൈഡിലേക്ക് അടുക്കി വെച്ചിരിക്കുന്ന പോലെയുള്ള മുള്ളുണ്ട് ഇതിന്റെ 2 സൈഡിൽ. ഇതിന്റെ ഉള്ളിൽ നിന്ന് നമ്മൾ ജെല്ല് മാത്രം എടുത്തിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇതിലൊരു കറയുണ്ട്. ആ കറ ആദ്യം ഈ കറ്റാർവാഴ മുറിച്ച് വെച്ച് 2 സൈഡിലെ മുള്ളുകളും നീക്കിയതിന് ശേഷം നിവർത്തി വെച്ച് അതിന്റെ കറ കളഞ്ഞിട്ട് വേണം ഉപയോഗിക്കാൻ. ചിലർക്ക് ആ കറ അലർജി ഉണ്ടാക്കാറുണ്ട്. അതുകൊണ്ടാണ്. ഇതെങ്ങനെയാ നട്ടു വളർത്തുന്നതെന്ന് അറിയാമോ? ഒന്ന് പറഞ്ഞ മക്കളെ, എങ്ങനെയാ? നിങ്ങളുടെ വീട്ടിൽ കറ്റാർവാഴ ഉണ്ടോ? എങ്ങനെയാ നട്ടു വളർത്തുന്നത്? ഇതിന്റെ തൈ നട്ടു വളർത്താൻ പറ്റും. പിന്നെയോ ഇതിന്റെ ഇല പൂർണ്ണമായിട്ടും ഉണ്ടെങ്കിൽ ഇല മാത്രം വെച്ച് പിടിപ്പിക്കാനും പറ്റും. അതിന്റെ അറ്റം മുറിഞ്ഞതൊന്നും ആകരുത്. ഇത് ചെറിയ ഇലയാണ്. വലിയ കറ്റാർവാഴ ഉണ്ട് വലിയ ഇലകൾ ആയിട്ടുള്ളത്. ഇത് ചെറിയൊരു ഇലയാണ് ടീച്ചർ പഠിപ്പിക്കാനായിട്ട് എടുത്തത്. പിന്നെ ഇത് എങ്ങനെയൊക്കെ വെച്ച് പിടിപ്പിക്കാം? നമുക്ക് ഗ്രോ ബാഗിനകത്തും വെക്കാം. മണ്ണിൽ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ അധികം ജലാംശം ഈർപ്പം ഉള്ളിടത്ത് വെച്ച് പിടിപ്പിക്കരുത്. കാരണം ഇതിനകത്ത് തന്നെ ഒരു ജലാംശമുണ്ട്. അതുകൊണ്ട് ഏറെ ജലം ഇതിന് ഒഴിക്കേണ്ട ആവശ്യമില്ല. നട്ട് കഴിഞ്ഞാലും ഇതിന് ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ മാത്രം വെള്ളം ഒഴിച്ചാൽ മതി. അതും തളിക്കുക മാത്രമേ ചെയ്യാവൂ. അല്ലാതെ വെള്ളം കോരി ഒഴിക്കരുത്. അതിൻ്റെ അടിവശം അഴുകിപ്പോവും. പിന്നെ അതല്ല, നിങ്ങൾ ഗ്രോ ബാഗിലാണ് ചെയ്യുന്നതെങ്കിൽ അതിനകത്ത് പുല്ലും അതുപോലെ തന്നെ മണ്ണും, അപ്പം കുമ്മായപ്പൊടി ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത മണ്ണ് ഉപയോഗിക്കാം. പിന്നെ ചാണകപ്പൊടിയും ഇതെല്ലാം ചേർത്ത് ഗ്രോ ബാഗിൽ നിറച്ച് അതിനകത്ത് വേണം അതിൻ്റെ തൈയോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടുള്ളൊരു ഇലയോ നട്ടുപിടിപ്പിക്കാൻ. എല്ലാത്തിനും നമ്മൾ ജൈവവളം തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഒന്നിലും ഔഷധ സസ്യങ്ങളിനകത്തും ഒന്നും നമ്മൾ രാസവളങ്ങൾ ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്. ഈ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാമോ? ആരോഗ്യ സംരക്ഷണത്തിനും സൗന്ദര്യ സംരക്ഷണത്തിനും ഇത് ഉപയോഗിക്കും. പിന്നെ മുടി വളരുന്നതിന് വേണ്ടി ഇത് ഉപയോഗിക്കുന്ന കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ എല്ലാവർക്കും ഇല്ലേ? ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? എണ്ണ കാച്ചിയാണ് ഉപയോഗിക്കുന്നത് അല്ലേ? എങ്ങനെയാണ് ഇത് എണ്ണ കാച്ചുന്നത്? ഇതിന്റെ ജെല്ല് 2 സൈഡിൽ നിന്നും മുറിച്ച് അരികിലെ മുള്ളുകൾ നീക്കിയതിന് ശേഷം ഇത് മുറിച്ച് അതിന്റെ ഉള്ളിലെ ജെല്ല് മാത്രമായിട്ട് എടുത്ത് അത് അടിച്ച് മിക്സിയിലങ്ങാനും അടിച്ചെടുക്കണം.
എത്രയും ജെല്ലെടുക്കുന്നോ അത്രയും തന്നെ എണ്ണയും ചേർത്ത് കാച്ചിയെടുത്ത മുടി വളരുന്നതിന് സഹായിക്കും. അത് മാത്രമാണോ? അല്ല. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുന്നതിന് സഹായിക്കുന്നു ഇതിന്റെ ജ്യൂസ് ഉപയോഗിക്കുന്നത്. പിന്നെ പിന്നെ കൊളസ്ട്രോള്, നമ്മുടെ ശരീരത്തിലെ കൊളസ്ട്രോളിനെ കുറയ്ക്കുന്നതിനും ഇതിന്റെ ജെല്ല് ഉപയോഗിക്കാൻ പറ്റും, ജ്യൂസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. പ്രമേഹ രോഗത്തിനും അങ്ങനെ തന്നെ ജ്യൂസ് ഉപയോഗിക്കുന്നത് നല്ലതാണ്. അതുകൂടാതോ മുഖസൗന്ദര്യത്തിനും ഇത് ഉപയോഗിക്കും. ശരീര സംരക്ഷണത്തിന് മുഖസൗന്ദര്യത്തിന് ഉപയോഗിക്കും. അതായത് മുഖത്തെ പാടുകൾ മാറുന്നതിനും മുഖക്കുരുവിന്റെ കലകളും ഒക്കെ മാറുന്നതിനും മുഖം വെളുക്കുന്നതിനും എല്ലാം കറ്റാർവാഴ ഉപയോഗിക്കും. അത് മാത്രവുമല്ല, വൃക്കയുടെ പ്രവർത്തനം നല്ല രീതിയിൽ ആക്കുന്നതിനും നമുക്ക് കറ്റാർവാഴ ജ്യൂസ് ഉപയോഗിക്കാൻ പറ്റും. അടുത്തതായി നമ്മൾ പറഞ്ഞ ഔഷധ സസ്യം ഏതായിരുന്നു? വെറ്റില അല്ലേ? അത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ? ഇതാണ് വെറ്റില. ഇത് എങ്ങനെയാണ് നടുന്നതെന്ന് അറിയാമോ? എങ്ങനെയാ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ കുഞ്ഞുങ്ങളെ? ഇതിന്റെ തണ്ടാണ് നമ്മൾ നടുന്നതിനായിട്ട് ഉപയോഗിക്കുന്നത്. എത്ര നീളം എടുക്കുമെന്നറിയാമോ? 50 മുതൽ 70 സെന്റിമീറ്റർ വരെ നീളത്തിലായിരിക്കും നമ്മൾ മുറിച്ചെടുക്കുന്നത്. 2 തണ്ടെങ്കിലും ഒരു മൂടിൽ വെച്ച് പിടിപ്പിക്കും. അങ്ങനെ അകലമാണെങ്കിൽ 1.5 അടി അകലത്തിൽ ആണ് വെച്ച് പിടിപ്പിക്കുന്നത്. അപ്പൊ അത് തണല് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നട്ട് കഴിഞ്ഞാൽ അതിനകത്ത് വെയിലടിച്ചാൽ ഉണങ്ങിപ്പോവും. അത് വെയിലടിക്കാതിരിക്കാൻ വേണ്ടി തണല് കുത്തി കൊടുക്കും. പിന്നെയോ അതിന് വെള്ളം നനച്ചു കൊടുക്കണം. വെള്ളമുള്ള ഭാഗത്താണെങ്കിൽ നല്ലതായിരിക്കും. അല്ല, കണ്ടത്തിൽ ഇത് കരയിലും കൃഷി ചെയ്യാറുണ്ട്. കര കൃഷിയാണ് നടത്തുന്നതെങ്കിൽ വെള്ളം എപ്പോഴും നമ്മൾ ഒഴിച്ചുകൊണ്ടിരിക്കണം. കണ്ടത്തിൽ വെള്ളം ഉള്ളത് കൊണ്ട് കുറച്ച്, എന്നാലും വെള്ളം കോരിയേ പറ്റത്തുള്ളൂ. വെള്ളം കോരി വേണം ഇത് നടാൻ. വെള്ളം നട്ട് കഴിഞ്ഞ് വെള്ളം എന്നും കൊടുക്കണം. ഇതിനും അതുപോലെ നമ്മൾ എന്താ വളമായിട്ടിടുന്നേ? ഇതിനും നമ്മൾ ജൈവവളം തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇത് വളർന്നു വരുന്ന സമയത്ത് ഈറ കുത്തി കൊടുക്കണം. കാരണം പടർന്ന് പിടിക്കുന്ന ഒന്നാണിത്. പടർന്നു പോകാൻ വേണ്ടി, കയറി പോകാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം? ഈറ കുത്തി കൊടുക്കണം. ഈറയിലായിരിക്കും പടർന്ന് മേളിലേക്ക് പോകുന്നത്. അപ്പൊ അത് ഈറ കുത്തി അതേ പിടിച്ച് കയറി അത് വളരും. വളർന്നു കഴിഞ്ഞാലോ, വളരുന്ന സമയത്തും അതിന് വെയിലുള്ള സമയമാണെങ്കിൽ നമ്മൾ മുകളിൽ ഓലയിട്ട് തണല് കൊടുക്കണം. വളരെയേറെ ഔഷധ ഗുണമുള്ള ഒരു സസ്യമാണ് വെറ്റില. ഇത് എന്തൊക്കെ കാര്യങ്ങൾ ഉപയോഗിക്കും? എന്തെല്ലാം ഔഷധ ഗുണങ്ങൾ അതിനുള്ളതെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഒന്ന് പറഞ്ഞു നോക്കിയേ. നിങ്ങൾക്കറിയാവുന്നത് ദക്ഷിണ നൽകാനും അതുപോലെ തന്നെ വിവാഹങ്ങൾ തുടങ്ങിയ പുരാതന കാലത്ത് മുതലേ നമ്മൾ ദക്ഷിണ നൽകാൻ ഉപയോഗിച്ച ഒന്നാണെന്ന് നിങ്ങൾക്കറിയാം ഇല്ലേ? ഔഷധ ഗുണങ്ങൾ അറിയാമോ ഇതിന്റെ? ഇതിനകത്ത് എന്തൊക്കെ അടങ്ങിയിരിക്കുന്നു അറിയാമോ? ജീവകം സി അടങ്ങിയിട്ടുണ്ട്, കരോട്ടിനുണ്ട്, തയാമിൻ അടങ്ങിയിട്ടുണ്ട്. കൂടാതെ കാൽസ്യത്തിന്റെ ഒരു കലവറ തന്നെയാണിത്. ദഹനത്തിന് ഉപയോഗിക്കും. ദഹന പ്രക്രിയ നല്ല രീതിയിലാക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരു ഔഷധ സസ്യമാണ് വെറ്റില. കൂടാതെയോ ഉപാപചയ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടത്താനും മലബന്ധത്തിന് ഉപയോഗിക്കുന്നുണ്ട്. ഇങ്ങനെ കുറേ ഗുണങ്ങൾ ഇതുമൂലമുണ്ട്. അത് മാത്രവുമല്ല, ഇതിന്റെ ജ്യൂസ് ഇതിന്റെ നീര് ഉപയോഗിച്ച് ചുമ, കഫക്കെട്ട് ഒക്കെ മാറ്റുന്നതിന് വേണ്ടിയിട്ടും ഈ ഇലയുടെ നീര് ശ്വാസമുട്ടലിന് വരെ, ആസ്മയുടെ രോഗത്തിന് വരെയും ഇതിന്റെ നീര് ഉപയോഗിക്കുന്നത് നല്ലതാണ്. അങ്ങനെ പല ഉപയോഗങ്ങളാണ് വെറ്റില കൊണ്ട് നമുക്കുള്ളത്. അടുത്തതായിട്ടുള്ള ഔഷധസസ്യം ആര്യവേപ്പാണ്. ആര്യവേപ്പില. ഇത് കണ്ടിട്ടില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ലല്ലോ. ഇതിന്റെ ഇല കണ്ടോ? ഇതിന് എന്തെല്ലാം ഉപയോഗമാണ് ഇതുകൊണ്ടുള്ളതെന്ന് അറിയാമോ? ഇത് നട്ടുപിടിപ്പിക്കുന്ന എങ്ങനെയാ? ഇതിന്റെ തൈയാണ് നമ്മൾ വെച്ച് പിടിപ്പിക്കുന്നത് അല്ലേ? എല്ലാത്തിനും നമ്മൾ ജൈവവളം തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇത് വലിയ മരമായി മാറും, വൃക്ഷമായി മാറുന്ന ഒന്നാണ് ആര്യവേപ്പ്. ഇതിന്റെ ഉപയോഗം എന്തൊക്കെയാണ് അറിയാമോ നിങ്ങൾക്ക്? സ്കിന്നിന്റെ പ്രശ്നം, തൊലിപ്പുറത്തുണ്ടാകുന്ന അസുഖങ്ങൾക്കൊക്കെ ഇത് അരച്ചു പുരട്ടാൻ നല്ലതാണ്.
കൂടാതെയോ പല രോഗങ്ങൾക്കും നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുന്നതിനും ഇത് സഹായിക്കും. ഇത് ജ്യൂസ് ആക്കി കുടിക്കുന്നത് നല്ലതായിരിക്കും. എങ്ങനെയാണെന്ന് അറിയാമോ? ഇതിൻ്റെ ഇല 1 കപ്പ് എടുത്ത് അത് നല്ല പോലെ വെള്ളത്തിൽ കഴുകിയെടുത്ത് അത്രയും തന്നെ വെള്ളവും ചേർത്ത് അരച്ച് ജ്യൂസ് പരുവമാക്കി അരിച്ചെടുക്കുക. അതിനകത്തോ തേനോ അല്പം തേൻ ചേർത്തോ അതല്ലെങ്കിൽ നാരങ്ങാനീര് ചേർത്തോ ഉപയോഗിക്കാവുന്നതാണ്. ഇതിന് നല്ല കയ്പായിരിക്കും. ആര്യവേപ്പിലയ്ക്ക് നല്ല കയ്പുള്ള ഒന്നാണ്. ഇത് കൂടാതെയോ ഇത് കൂടാതെ നമുക്ക് എന്തിനെല്ലാം ഈ ആര്യവേപ്പ് ഉപയോഗിക്കാൻ പറ്റും? കൃമിശല്യത്തിന് ഇത് ഉപയോഗിക്കാൻ പറ്റും. അണുനാശിനിയും കൂടിയാണ്. കൂടാതെ ഈ ആര്യവേപ്പ് ഒരു അണുനാശിനിയാണ്. മുറിവ് ഉണക്കുന്നതിന് സഹായിക്കും ഇത്. മുറിവ് ഉണക്കുന്നതിന് നമുക്ക് ആര്യവേപ്പ് സഹായമാണ്. കൂടാതെ ശരീരത്തിലെ വിഷാംശം ഇല്ലാതാക്കുന്നതിന് ഇത് സഹായിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു തുള്ളി നീരെടുത്ത് ഉപയോഗിക്കുന്നത് രോഗപ്രതിരോധ ശക്തിയെ വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കും. കൂടാതെ ഇതിൻ്റെ ഇല പല്ലുവേദനയ്ക്ക് നല്ലതാണ്. കൂടാതെ വായ്നാറ്റം ഇല്ലാതാക്കുന്നതിനും ഇതിൻ്റെ നീര് ഉപയോഗിക്കുന്നത് നല്ലതാണ്. അടുത്ത ഔഷധസസ്യം പനിക്കൂർക്കയാണ്. ഇത് എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ? എല്ലാവരുടെയും വീട്ടിൽ ഉണ്ടാവാൻ ചാൻസ് ഉള്ളതാണ് അല്ലേ? ഇതിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ഇതിന്റെ തണ്ടാണ് നമ്മൾ നടുന്നത് അല്ലേ? ഇതിനുള്ള പ്രത്യേകതയുണ്ട് ഇലകൾക്ക്. ജലാംശമുള്ള ഇലകളായി. കൂടാതെ ഇത് ഉയർത്തി വളരുമോ? ഇല്ല. ഭൂമിയിൽ നിന്ന് താഴ്ന്ന് വളരുന്ന ഒരു സസ്യമാണിത്. പിന്നെ ഇതിന് കഞ്ഞിക്കൂർക്ക എന്നും പേരുണ്ട്. പിന്നെ ഇത് ഇലകളും തണ്ടും പച്ച നിറത്തിലുള്ളതായിരിക്കും. അല്പം ഇലകൾ മൂത്ത് കഴിഞ്ഞാൽ ഇത് അല്പം തവിട്ട് നിറത്തോടെ കാണപ്പെടും. ആയുർവേദത്തില് പനിക്കൂർക്ക ഇല പിഴിഞ്ഞ നീര് നല്ല ഒരു ഔഷധമാണ് കഫക്കെട്ടിന്. അതുകൂടാതെ എന്തിനെല്ലാം ഉപയോഗിക്കാം മക്കളെ ഒന്ന് പറഞ്ഞേ? പിന്നെ ചുമ, പനി, ജലദോഷം എന്നിവയ്ക്കെല്ലാം ഉപയോഗിക്കാം അല്ലേ? ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? ഇതിൻ്റെ ഇല വാട്ടിപ്പിഴിഞ്ഞ് 5 ml എടുത്ത് അത്രയും തന്നെ തേനും ചേർത്ത് ഉപയോഗിച്ചാൽ ജലദോഷവും പനിയും മൂക്കടപ്പും എല്ലാം മാറിക്കിട്ടും അല്ലേ? പിന്നെ എന്തിനൊക്കെ ഉപയോഗിക്കാം? ഇതിൻ്റെ ഇല പിഴിഞ്ഞ് ചെവിയിൽ ഇറ്റിച്ചാൽ ചെവിവേദനയും മാറിക്കിട്ടും. പിന്നെ എന്തിനെങ്കിലും ഉപയോഗിക്കാമെന്ന് അറിയാമോ നമുക്ക്? ഇനി എന്തെല്ലാം കാര്യങ്ങൾക്ക് ഉപയോഗിക്കാമെന്നുള്ളത് നിങ്ങളൊന്ന് കണ്ടുപിടിച്ച് പറയണേ. അങ്ങനെ നമ്മൾ 5 ഔഷധ സസ്യങ്ങളുടെ പ്രത്യേകതയും അത് എങ്ങനെയാണ് പരിപാലിക്കേണ്ടതെന്നും എല്ലാം പഠിച്ചു. ആ ഗുണങ്ങൾ, 5 ഗുണങ്ങൾ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ അത് കണ്ടുപിടിച്ച് എഴുതിക്കൊണ്ട് അടുത്ത ദിവസം വരണം. ഒരു വർക്ക്ഷീറ്റ് കൂടെ തരട്ടെ. ഇനി നമ്മൾ 5 ഔഷധ സസ്യങ്ങളായ ഏതൊക്കെയായിരുന്നു നമ്മളിപ്പം വിവരിച്ചത്? തുളസി, പിന്നെ കറ്റാർവാഴ, വെറ്റില, ആര്യവേപ്പില, പനിക്കൂർക്ക. ഈ 5 ഇനി എന്തെങ്കിലും ഗുണങ്ങളുണ്ടോയെന്ന് നിങ്ങൾ കണ്ടുപിടിച്ച് എഴുതണം. കൂടാതെ ബാക്കി 5 ഔഷധ സസ്യങ്ങളൂടെ നമ്മൾ പറഞ്ഞില്ലേ, പരിചയപ്പെട്ടില്ലേ നേരത്തെ? അതേതൊക്കെയായിരുന്നു? തഴുതാമ, ശംഖുപുഷ്പം, പിന്നെയോ കറിവേപ്പ്, പിന്നെ മുക്കുറ്റി, എരിക്ക്. ഈ 5 ഔഷധ സസ്യങ്ങളുടെ ഗുണങ്ങൾ എന്താണെന്ന് ഓരോന്ന് വീതം നിങ്ങൾ കണ്ടുപിടിക്കുകയും അതിൻ്റെ ഇലകളും ഈ 10 ഔഷധ സസ്യത്തിൻ്റെ ഇലകൾ ഒന്ന് വരയ്ക്കാൻ കൂടി ശ്രമിക്കണേ. ഇതിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്, ഉപയോഗ ഭാഗങ്ങൾ എന്തൊക്കെയാണ്, ഇതെല്ലാം കൂടെ നിങ്ങൾ ഈ വർക്ക്ഷീറ്റിൽ നിങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ട് അടുത്ത ആഴ്ച വരുമ്പോൾ കൊണ്ടുവരണം.